നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണ അർജൻറ്റീന വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ ഒരു മുത്തശ്ശി കഥ പോലെ പതിറ്റാണ്ടുകളോളം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അർജൻറ്റീനക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും ഹുലിയൻ അൽവാരസ് നേടിയ ആ ഗോളിനെ കുറിച്ച്. എന്തൊരു ഗോളായിരുന്നു അത്! ഒസമാനുൽ ലോപ്പസ് കൊടുത്ത ബോളാണത്. പക്ഷേ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഹുലിയന് മാത്രം അർഹതപ്പെട്ടതാണ്. എന്തൊരു ഹിറ്റാണത്! പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് വളഞ്ഞങ്ങ് കയറിയപ്പോൾ കോബലിനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കളിക്ക് ശേഷം ആ ഗോൾ വന്ന വഴിയെക്കുറിച്ച് ഹുലിയൻ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നേരത്തെയും ഞാൻ അതുപോലൊരു ഷോട്ട് എടുക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. ഇത്തവണ ഈ ഷോട്ട് ഗോളായ ഷോട്ട് എടുത്ത സമയത്ത് എനിക്കവിടെ സ്പേസ് ഉണ്ടായിരുന്നു, ആരും ചലഞ്ച് ചെയ്യാനും വന്നില്ല. ഐ സ്ട്രൈക്ക് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ഞാനത് മനോഹരമായിട്ട് അങ്ങ് അടിച്ചു. ഒരു ഫാൻറ്റാസ്റ്റിക് ഗോളാണ്. അത് പിറന്നതിൽ ഞാൻ ഏറെ സന്തോഷം കൊള്ളുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഈ കളിയെക്കുറിച്ച് അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, തീർച്ചയായിട്ടും ഒരാൾ ഞങ്ങൾക്ക് അധികം ഉണ്ടായിട്ടും അവർ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല, ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇതിങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾ മുന്നോട്ടേക്ക് കളിച്ചുകൊണ്ടേയിരുന്നാൽ, പുഷ് ചെയ്തുകൊണ്ടേയിരുന്നാൽ ഗോൾ വരുമെന്നും ഞങ്ങൾക്കറിയാമായിരുന്നു. ഗോൾ തീർച്ചയായിട്ടും വരും. അത് വന്നു. ഒബ്വിയസ്ലി ഞങ്ങൾ നേരത്തെ വിജയിക്കാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ അതൊന്നും എളുപ്പമല്ല. കാരണം വേൾഡ് കപ്പ് മത്സരങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെയാണ്. ഇനി 2 കൂടി മുന്നോട്ട് പോകാനുണ്ട്, 2 കളികൾ കൂടി കളിക്കാനുണ്ട്. മികവ് കാണിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇതാ പറയുന്നു ഹുലിയൻ അൽവാരസ്. ഏതായാലും അൽവാരസിൻ്റെ ഗോൾ വരുന്നില്ല എന്നുള്ളൊരു നിരാശയായിരുന്നല്ലോ ആരാധകർക്ക്. ഒടുവിൽ അത് വന്നപ്പോഴോ, അദ്ദേഹത്തിൻ്റെ ഈ വേൾഡ് കപ്പിൽ ആദ്യ ഗോൾ വന്നപ്പോഴോ അതൊരു കിടലൻ ഗോളുമായി. എക്കാലത്തേക്കും അർജൻറ്റീന ആരാധകർക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒരു സുന്ദരമായ നിമിഷം, ഒരു മഴവിൽ അഴകുള്ള ഗോൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.